ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും ലൈവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ലൈവ് കണ്ടവരായിരിക്കാം. ഇന്നത്തെ അനുമോളുമായിട്ടുള്ള ആദില നൂറയുടെ വിഷയം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം എന്ന ആരുടെയോ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഒരു വിഷ്യൂ അനുമോളുമായിട്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അനുമോളെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കണം എന്നുള്ള രീതിയിൽ ആദില പെരുമാറിയതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് പറയാൻ കാര്യം, നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം. ഷാനവാസ് പോയിട്ട് വന്നതിന് ശേഷമുള്ള ഒരു കോൺവെർസേഷൻ. ഷാനവാസ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹൗസിലേക്ക് കയറുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും എന്താണെന്നുള്ളത്. അതിനുശേഷം ആദിലയും ഈ ഷാനവാസും കൂടെ ഒരു കോൺവെർസേഷൻ അന്ന് രാത്രി നടക്കുന്നുണ്ട് ലൈവില്. അതിൽ ഷാനവാസിനോട് ആദില ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോയിട്ട് എന്തുവായി, ഡോക്ടർ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഷാനവാസ് അവിടെ ഉത്തരം പറയുന്നില്ല, ശരിക്കുള്ള ഒരു ഉത്തരം പറയുന്നില്ല. അതിനുശേഷം ഇവർ സംസാരിക്കുമ്പോൾ ആദില പറയുന്നുണ്ട്, വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹൗസിന് നമ്മൾ വെളിയിലായി കഴിയുമ്പോൾ നമ്മൾ കാണുമല്ലോ, ഈ 100 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതുപോലെ തന്നെ ഫാമിലി വീക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്, അതുപോലെ എനിക്ക് പോയ കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇന്ന് ഹൗസിൽ ഒരു വഴക്കുണ്ടാകുന്നു. അതിൽ തെറ്റ് ആരുടെ ഭാഗത്താണ് ആ കിച്ചണിൽ നടന്നതെന്ന് ചോദിച്ചാൽ അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്, ഈ പറയുന്ന ആദിലയുടെ ഭാഗത്തും തെറ്റുണ്ട്. അനുമോളുടെ ഭാഗത്ത് വന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, പിന്നെയും അടുക്കളയിൽ കയറി ഇവർക്ക് വേണ്ടി വെച്ച് വിളമ്പാൻ പോയതാണ്. അടുക്കളയിൽ ഇട്ടപ്പോൾ അതിൽ നിന്ന് മാറണമായിരുന്നു. ഈ പറയുന്ന ആദിലയും നൂറയും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ചതിക്കും, ഉറപ്പാണ് 100%. എന്തുകൊണ്ടാണ് ഈ ആദിലെ നൂറ, അല്ലെങ്കിൽ ഈ റിയാസ്, ഈ പറഞ്ഞ നെവിൻ, ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേരുണ്ടല്ലോ, നെവിൻ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെന്ന് പറയുന്നു, പക്ഷെ ഉണ്ടെന്നും പറയുന്നു, അതുകൊണ്ടാണ് നെവിനെയും കൂടെ ചേർത്ത് പറയുന്നത്. ഇവരെ എന്തുകൊണ്ടാണ് ജനങ്ങൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ അവരവിടെ കിളക്കും, 100% ഉറപ്പായ കാര്യമാണ്. അത് പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് തത്വങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർക്കൊപ്പം നിന്നില്ലെങ്കിൽ അവര് പ്രതികരിക്കും, അവർ ഫ്രണ്ട്ഷിപ്പ് കൂടും, എല്ലാം ചെയ്യും, പക്ഷെ കൂടെ നിന്ന് ചതിക്കും. അത് നമ്മൾ എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മിക്ക സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ആദില നൂറ ഇന്നുണ്ടാക്കിയ വിഷയം. നൂറ ക്യാപ്റ്റനാണെങ്കിലും ഭരണം മൊത്തവും ആദിലയാണ്. നൂറയാണെങ്കിൽ ആദിലക്കെതിരെ ഒന്നും പറയത്തുമില്ല. ഇന്നലെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, സാബുമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കുറെ നേരമായല്ലോ ഈ ആദില നൂറ 1 മണിക്കൂറിനടുത്തായി എന്ന് തന്നെ പറയുന്നുണ്ട്. കുറെ സമയമായല്ലോ ഇവർ കൺസെഷൻ റൂമിലോട്ട് പോയിട്ട്, ഇവരെ കാണുന്നില്ലല്ലോ, എന്താണ് ഇവർക്ക് ഇത്ര സംസാരിക്കാനുള്ളത്, എന്താണ് സംസാരിക്കുന്നതെന്ന് അവിടെ സാബുമാൻ ചോദിക്കുന്നുണ്ട്. 1.5 മണിക്കൂറിനൊക്കെ മേളിൽ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആദിലയും നൂറയും പിന്നെ സ്ക്രീനിലേക്ക് വരുന്നത്. നമ്മളെ അത് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു മണിക്കൂർ, എന്നിട്ടും 1 മണിക്കൂറോളം ആദില നൂറ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവരെ എവിടെയാണ് പോയത് ഈ 1 മണിക്കൂറോളം? ഈ പറയുന്ന സമയങ്ങളിൽ ആദില നൂറ എവിടെയായിരുന്നു? ഇത്രയും സംസാരിക്കാൻ എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ ഇത് കാണിച്ചില്ല? ബിഗ് ബോസിൽ നടക്കുന്ന ഒരു വൻ ചതിയാണിത്. അനുമോളെ ഏതെങ്കിലും രീതിയിൽ മെന്റൽ ടോർച്ചർ ചെയ്ത് പുറത്താക്കുക, അതിനുള്ള വഴി എന്തായാലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, ആദില നൂറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇനി നടക്കാൻ പോകുന്നത് മൊത്തവും അനുമോൾക്കെതിരെയുള്ള പ്ലേ തന്നെയാണ്. ഇനി ഇപ്പൊ നിങ്ങൾ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിക്കവാറും അനുമോളെ നെഗറ്റീവ് ആക്കുന്ന എപ്പിസോഡ് ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അവിടെ അനീഷ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് വിഷയം നടക്കുന്നത്, വെസല് കഴുകാൻ ഞാൻ കഴുകില്ല എന്ന് പറയുന്ന അനുമോളെയാണ് കാണാൻ കഴിയുന്നത് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ. ക്യാപ്റ്റൻ ആരാണ്? ഈ പറയുന്ന നൂറ. നൂറയോട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ആദില. ഓക്കെ, ഷാനവാസ് ഇതൊന്നും കണ്ടിട്ടില്ല, അവിടെ എന്താണ് നടക്കുന്നതെന്നോ കിച്ചണിലെ ആദ്യത്തെ വിഷയവും കണ്ടിട്ടില്ല, രണ്ടാമത്തെ വിഷയവും എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പറയുന്ന ആദില നൂറയെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ കോർണർ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഷാനവാസിനെ കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ അനീഷ് വന്നിട്ട് നൂറയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് വെസൽ കഴുകേണ്ടത്? ആ ടീമിൽ അപ്പോൾ കിച്ചണിൽ ചോറുണ്ടാക്കിയത് അനുമോളാണ്. അതിനുശേഷം വന്ന വെസൽ കഴുകേണ്ടത് ഈ പറയുന്ന അപ്പോൾ വെസലിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിനുശേഷമാണ് അനുമോളെ വെസലിലേക്ക് ഇടുന്നത്. അപ്പം വൈകുന്നേരമുള്ള പാത്രങ്ങൾ വെസൽ കഴുകണം, പക്ഷെ ഉച്ചയ്ക്കുള്ളത് ഞാൻ കഴുകിയിട്ട് ഞാൻ കണ്ടില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ആദിലയും നൂറയും തർക്കിക്കുന്നുണ്ട്, അത് കഴുകി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതെപ്പോഴാണ് കഴുകിയത്? ഈ വിഷയം നടക്കുമ്പോഴാണ് അക്ബർ അവിടെ നിന്ന് അത് കഴുകുന്നത്. ഈ നെവിനും അക്ബറും കൂടെ അവിടെ നിന്ന് കഴുകിയെന്ന് പറയുന്നു. അത് ഈ വിഷയം നടക്കുന്ന സമയത്താണ് അത് കഴുകി വെക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും അനുമോളെ ഒരു കോർണർ ചെയ്യിക്കലാണ്. അതുപോലെ തന്നെ അനുമോളോട് ചോദിക്കുന്ന 1-2 ഡയലോഗ് ഉണ്ട് ഈ പറഞ്ഞ ആദിലയും നൂറയും കൂടെ. നീ ആരാടി? നീ ഞങ്ങളെ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ അനുമോൾ
ഈ പറയുന്ന ആദില നൂറയെ എന്തോ കാര്യത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് നിനക്കറിയില്ല, നിനക്ക് കുറച്ച് കാശ് ഉണ്ടെന്ന് പറഞ്ഞ് നീ കുറച്ച് PR ഒക്കെ കൊടുത്തിട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എന്തെങ്കിലും പറ്റും എന്നുള്ള ഒരു തോന്നലൊക്കെ ചുമ്മാതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഇവര് കൂട്ടുകാരായിട്ട് നടന്ന സമയങ്ങളിലൊന്നും PR എന്നുള്ളൊരു വിഷയം ഈ ആദില നൂറ അവിടെ സംസാരിച്ചിട്ടില്ല. ഈ ഇടയ്ക്കൊന്നും നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ കണ്ടു കാണും, ഇവർ കൂട്ടുകാരായിട്ട് നടന്ന സമയങ്ങളിൽ തന്നെ, ഇവർ അത്രയ്ക്ക് ചങ്കുകളായിട്ട് നടന്ന സമയത്ത് തന്നെ. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു PR ഇഷ്യൂ അവിടെ എടുത്തിടുന്നത്? അപ്പോൾ അനുമോളെ കോർണർ ചെയ്യണമെങ്കിൽ നിങ്ങൾ PR ഇഷ്യൂ പറഞ്ഞ് കോർണർ ചെയ്യണം. അനുമോൾ ഇത് മടുത്ത് അനുമോളായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോണം. ഇതാണ് ബീബി പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ 1.5 മണിക്കൂറത്തെ കോൺവെർസേഷനിൽ അനുമോളെ കുറിച്ചുള്ള മിക്ക കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോളെ ഏത് രീതിയിൽ കോർണർ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോളെ എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 18 ലക്ഷം രൂപയുടെ കാറിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. നിനക്ക് 18 ലക്ഷം രൂപയുടെ കാർ ഉള്ളതിന്റെ അഹങ്കാരമാണോ? അത് ഞങ്ങളും എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും അനുമോൾ അവിടെ ഒരു അഹങ്കാരം കാണിച്ചതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. എനിക്ക് 18 ലക്ഷം രൂപയുടെ കാർ ഉണ്ടെന്ന് പറഞ്ഞ് ആരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ല. ഇനി 18 ലക്ഷം രൂപയുടെ കാർ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ അനുമോൾ എങ്ങനെയാണ് കാർ എടുത്തത് എന്നുള്ളത് ലക്ഷ്മി നക്ഷത്ര ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഓക്കെ, ലക്ഷ്മി നക്ഷത്രയും സ്റ്റാർ മാജിക്കിലുള്ള കുറച്ചു പേരും ഡയറക്ടറും അവരെല്ലാരും കൂടെ സഹായിച്ചതിന്റെ മേളിലാണ് ആ കാർ എടുത്തതെന്നും അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എടുത്തു പറയണമെങ്കിൽ അവിടെ ആദില നൂറയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. ബിഗ് ബോസ് അനുമോൾക്കെതിരെ നീക്കുന്ന കരുക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇനി പുറത്താകേണ്ടിയിരിക്കുന്നത് ആരാണ്? സാബുമാൻ. ഇത്രയും പേര് നോമിനേഷനിൽ എല്ലാവരും വന്നു, നൂറ ഒഴിച്ച് എല്ലാവരും വന്നു. എന്തായാലും ഈ സാബുമാനും ആദിലയും വന്നു കഴിയുമ്പോൾ അവിടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇപ്പോഴും ആദില തന്നെയാണ്. അപ്പോൾ ഈ ആദില അവിടെ നിർത്തേണ്ടത് ബിഗ് ബോസിന്റെ ആവശ്യമാണ്. ഇവരെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത്, തമ്മിൽ അടുപ്പിച്ച് പിരിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുവാണെങ്കിൽ ആദിലെ പറഞ്ഞു വിടേണ്ടി വരും. എന്നുവെച്ചാൽ സാബുമാൻ അതിലും കൂടുതൽ വോട്ട് കയറുന്നുണ്ട്. അതെന്താ ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ബിഗ് ബോസ് ഷോയെ ഇപ്പൊ കുറെ പേര് ഇഷ്ടപ്പെടുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ മത്സരാർത്ഥികളെല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴും അവരാരെ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും ഈ ബിഗ് ബോസിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി സാബുമാന് നല്ല കുത്തിയിരുന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മേളിൽ തന്നെ വോട്ട് സാബുമാനുണ്ട് ഈ ആദിലയേക്കാൾ. അപ്പോൾ ഇനി ആദിലയ്ക്ക് അവിടെ വോട്ടിങ്ങിൽ പിടിച്ചു നിൽക്കണം, അവിടെ ടോപ്പ് 5-ൽ വരണം എന്നുണ്ടെങ്കിൽ ആരാണ് ഈ പറയുന്ന സാബുമോനെ ഔട്ടാക്കണമെങ്കിൽ വോട്ട് കുറയണം. അതിനെ കോർണർ ചെയ്യാൻ പറ്റുന്ന ആള് എന്ന് വെച്ചാൽ അനുമോൾക്കെതിരെ അവിടെ ആര് സംസാരിച്ചാലും അനുമോൾക്ക് ഫാൻസ് ഉള്ളതുപോലെ തന്നെ ഹേറ്റേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. ആ ഹേറ്റേഴ്സിന്റെ വോട്ടുകളെല്ലാം ഒരേ ഇടത്ത് കേന്ദ്രീകരിക്കും. എന്ന് വെച്ചാൽ ഈ സാബുമാന് ഔട്ട് ചെയ്യുന്നവർ വരെ ഈ മാറിയിട്ട് ഈ ആദിലയ്ക്ക് വോട്ട് ചെയ്യും. എന്താന്ന് വെച്ചാൽ ഈ ആദിലെ അവിടെ നിന്നാലേ ശരിക്കും അനുമോളെ കോർണർ ചെയ്യാൻ പറ്റൂ, ശരിക്കും പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതിനാണ് കൂടുതലും ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഈ ആദില നൂറയെ വിശ്വസിക്കരുത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കകത്ത് പോയിട്ട് ഇപ്പം അനുമോളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇതുവരെ വിശ്വസിക്കരുത്. നമ്മൾ പല പ്രാവശ്യവും കണ്ടതാണ്. ഈ ആദില നൂറ ചതിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആദില നൂറ ചതിക്കും, അവരെ വിശ്വസിക്കരുത്, കൂടെ നടന്ന് ചതിക്കും എന്നുള്ളത്. അതുപോലെ അനുമോള് ഇവരെ കുറിച്ചുള്ള എന്തെങ്കിലും നെഗറ്റീവ് അവിടെ അനുമോള് പറഞ്ഞതായിട്ട് മറ്റുള്ളവരോട് പോയി സംസാരിച്ചതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. അനുമോളെ കോർണർ ചെയ്ത് കഴിയുമ്പോൾ അനുമോൾക്കെതിരായിട്ട് നിൽക്കുന്ന നെവിൻ, അക്ബർ, അങ്ങനെയുള്ള ആൾക്കാരോടെല്ലാം പോയിട്ട് ഷാനവാസ് അവരോടെല്ലാം പോയിട്ട് അനുമോളുടെ നെഗറ്റീവുകൾ മാത്രം പറയുകയും അനുമോൾ ഒരു കുലസ്ത്രീ ചമയുകയാണെന്നും അനുമോൾ PR കൊടുത്തിട്ടാണ് ഇപ്പൊ പുതിയതായിട്ടാണ് ഇവർ പറയുന്നത്. വെളിയിലൊക്കെ ആൾക്കാർ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ആദിലയും നൂറയും പുതുതായിട്ട് പറഞ്ഞത് PR കൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത്? PR പണിയെടുക്കണമെങ്കിൽ നീ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്താലേ പണിയെടുക്കാൻ പറ്റൂ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇതൊരു കോർണർ ജയിക്കൽ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ആദിലയ്ക്ക് അറിയാത്തൊരു കാര്യം, ആദിലയ്ക്ക് ഈ നൂറയ്ക്കും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ഒന്നുമില്ല. നൂറ ഇപ്പൊ ഫൈനൽ 5-ൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നൂറ ഉറപ്പായിട്ടും പുറത്തായേനെ. ആദിലേക്കാൾ മുന്നേ ചിലപ്പോൾ നൂറ പുറത്തായേനെ. ഇപ്പോൾ എന്തായാലും ആദിലയുടെ കുഴി കുഴിച്ചു എന്നുള്ളതാണ്. അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ആണെങ്കിലും എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും സംശയിക്കേണ്ടിയിരിക്കുന്നത് 1.5 മണിക്കൂർ എന്തായിരുന്നു ഡിസ്കഷൻ. ബിഗ് ബോസ് കൺസെഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് പോയി ആദിലയോടും നൂറയോടും രണ്ടുപേരോടും എന്തായിരുന്നു ഡിസ്കഷൻ? രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോയി എന്തായിരുന്നു ഡിസ്കഷൻ? ഇതറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഉടായിപ്പ് ഇറക്കുന്നുണ്ട് ബിഗ് ബോസ്, ഉടായിപ്പ് ഇറക്കുകയാണ്. ഒരിക്കലും ആ ഉടായിപ്പിൽ ആരും വീണു കൊടുക്കരുത്. ഇപ്പൊ തന്നെ നമ്മുടെ അഖിൽ മാരാർ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. എന്നാലും ഞാനും പറയുകയാണ്, അഖിൽ മാരാർ പറയുന്നുണ്ട് ശോഭയെ ജയിപ്പിക്കാൻ ഏതറ്റം വരെ ഈ ബിഗ് ബോസ് പോയിട്ടുണ്ടെന്നുള്ളത് ആ സമയത്ത്. അതേ കളികളാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ നമുക്ക് അനുമോളെ പുറത്താക്കാം? അനുമോൾ ഏതെങ്കിലും രീതിയിൽ ഇവരെ ആരെങ്കിലും ഒന്നുകിൽ കൈവയ്ക്കണം, അല്ലെങ്കിൽ അനുമോൾ ഇത് മടുത്ത് ഇറങ്ങിപ്പോവാണെന്ന് പറയണം. ഇപ്പോൾ അനുമോൾ പറയുകയാണ് എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം ഇറക്കിവിടും ബിഗ് ബോസ്.
എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഒരാളെ ടോപ്പ് 5-ൽ കൊണ്ടുവരികയും ചെയ്യണം, അതുപോലെ കപ്പ് എടുത്ത് കയ്യിൽ കൊടുക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടുള്ള മാരകമായ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിടത്തോളം അനുമോളെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഈ ലാസ്റ്റ് എപ്പിസോഡ് ഇന്ന് വരെ അനുമോളാണ് കണ്ടന്റ്, വേറെ ആരുമില്ല അവിടെ കണ്ടന്റ് തരാൻ. പക്ഷെ അവർക്ക് ഇതൊരു വിഷയമേ അല്ല. അവർക്ക് അവരുടേതായ TRP കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കപ്പെടുത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബി. അതാണ് ഡോക്ടർ റോബിനോടും ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ റോബിനും ദിൽഷയും ഇങ്ങനെ കണ്ടന്റുകൾ തന്നുകൊണ്ടിരുന്നു. ആ സീസൺ നല്ല വേഗത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഒരു ഘട്ടമായപ്പോൾ അവർക്ക് ഇനിയും ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാം, ഇവരില്ലേലും കുഴപ്പമില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ അവർ ഉപയോഗിച്ചത് റിയാസിനെ ആയിരുന്നു. റിയാസിനെ അവിടെ റോബിൻ എന്താണ് ചെയ്തത്? ഇപ്പോഴത്തെ ഫിസിക്കൽ അസാൾട്ടും തല്ലും അടിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ് റോബിൻ ചെയ്തത്? പക്ഷെ റോബിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളത് ബിഗ് ബോസിന്റെ അജണ്ടയായിരുന്നു. അത് നടപ്പിലാക്കി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോൾക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. അതിൽ പൊട്ടനായി വീണു പോകുന്ന ഒരാളുണ്ട്, ഷാനവാസ്. അത് ഷാനവാസിന് എന്ത് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഷാനവാസ് ഒന്നും കാണാതെ പക്ഷെ അനുമോൾക്കെതിരെയാണ് എല്ലാവരും തിരിയുന്നുണ്ടെങ്കിൽ അനുമോൾക്കെതിരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ അനുമോളെ കോർണർ ചെയ്യാൻ ബിഗ് ബോസ് ഏൽപ്പിച്ചിരിക്കുന്ന 3 പേര് ഈ ഷാനവാസ്, ആദില, നൂറ. നിങ്ങൾക്കിത് പോകെ മുന്നോട്ട് മനസ്സിലാവും. നിങ്ങളിത് മനസ്സിൽ വെക്കുക. എന്താ വെച്ചാൽ ഇനി നടക്കാൻ പോകുന്നത്, വെളിയിൽ പോയ കണ്ടസ്റ്റൻസ് ഒക്കെ അകത്തോട്ട് വരും. അവരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് മാനസികമായിട്ട് ഈ പറയുന്ന അനുമോളെ തകർക്കാൻ തന്നെ തീരുമാനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അനുമോളെ അവർ വെളിയിൽ നിന്ന് തന്നെ ഈ തകർപ്പ് തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ, തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇവർ അകത്തോട്ട് പോകുമ്പോഴും ഇവർ ഈ വിഷയങ്ങൾ എടുത്തിടും. എന്നിട്ട് ഇവരെ എല്ലാം കൂട്ടി നേരത്തെ ആദ്യം നമ്മൾ എങ്ങനെയാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടത് അതുപോലൊരു കോർണറിങ് അനുമോളിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ മനുഷ്യരാണ്, അനുമോൾ ചിലപ്പോൾ എന്തായാലും വോട്ടിങ്ങിന്റെ ബലത്തിൽ അനുമോളെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എന്ത് ശ്രമിച്ചെന്ന് പറഞ്ഞാലും എങ്ങനെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പം അനുമോളെ മാനസികമായി തകർത്ത് മെന്റലി ഫ്രസ്ട്രേഷൻ കൊടുത്ത് അനുമോൾ തന്നെ പറയണം, എനിക്ക് ഈ ഷോ എനിക്ക് വിട്ടുപോകണം എന്ന് പറയണം. ആ ഒരു ഗതിയിലേക്കാണ് ഇതിനെ കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ നാറിയ നെറികെട്ട കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനുമോൾക്കെതിരെ PR ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ PR ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും ബിഗ് ബോസിനെയും കൂടെ തോന്നുന്നുണ്ട്. കാരണം അവിടെ ഉള്ളവരെല്ലാം ഇപ്പോൾ അനുമോളുടെ PR ആണ്. ഇവർ PR നയിക്കുമ്പോഴും അവിടെ അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കുന്ന ഇവരാണ്. അതുപോലെ തന്നെ അനുമോളുടെ PR ചെയ്യുന്നതും അവിടുത്തെ ബാക്കി കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പോൾ ബിഗ് ബോസും കൂടി അനുമോൾക്ക് PR കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് അവരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 1.5 മണിക്കൂറോളം ഒരു കൺസെഷൻ റൂമിൽ പോയിരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ അപകടം പറ്റിയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കരയാനൊക്കെ പോയിരിക്കും. എന്നാലും 1.5 മണിക്കൂറൊന്നും ആരും ഇരിക്കത്തില്ല. അപ്പൊ ഇത് ശരിക്കും ഇത് നല്ലൊരു ക്ലാസ് കൊടുത്ത് തന്നെ ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവർ ആ ക്ലാസ് അനുസരിച്ച് തന്നെ അവിടെ പെരുമാറുന്നു ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വലയിൽ നമ്മളെ പ്രേക്ഷകർ വീഴാതിരിക്കുക. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടും ചതിയിലേക്കുള്ള ഒരു പോക്കാണ്. അനുമോളെ ബിഗ് ബോസ് ഉൾപ്പെടെ ചതിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.